എനിക്കിഷ്ടപ്പെട്ടു. നല്ല കൊച്ചു വീട്. നമുക്കിവിടെ കട്ടണ്ട. അതൊക്കെ സാവധാനം മതി. നീ ചായ എടു. ഇങ്ങനെയല്ല കത്തിക്കണ്ട്, ഞാൻ കാണിച്ചുതരാം. വേഗം ഉണ്ടാക്കി. നീ ഇതൊരു വെള്ളം നിറയ്ക്കുന്ന കണ്ടിട്ടില്ലേ? ഇതൊക്കെ എങ്ങനെ പഠിച്ചു? വളരെ ചെറുപ്പത്തിൽ എന്റെ അമ്മ വരും, പിന്നെ ഞാനും അച്ഛൻ മാത്രമായി. പ്രായത്തിൽ അച്ഛനാണ് എന്റെ ഗുരു. അതിപ്പോ ഏതായാലും ഉപകാരമായി. ഞാൻ വിളമ്പാം. അയ്യോ കടയിലെ മോളെ, കിലോയ്ക്ക് 6 രൂപ വിലയാണ്. അത് വേണ്ട വേണ്ട. ഇന്ന് ഞാൻ എല്ലാം പറഞ്ഞുതരാം. എല്ലാം നോക്കി പഠിച്ചോണം. എങ്ങനെയുണ്ട് നമ്മുടെ കുക്കിംഗ്? താങ്ക് യു. എന്തൊരുപ്പ്! നീ എങ്ങനെ കഴിച്ചത്? ഞാനൊന്നും അറിഞ്ഞില്ല.
കഴിക്കുന്ന 35 രൂപ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചതല്ലേ? ആ കിടക്ക്, എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാം. ഓടിഞ്ഞതെങ്കിൽ ഓടിഞ്ഞത്. അപ്പൊ ഞാൻ പോയിട്ടല്ലേ? എന്ത് പറ്റി ഇത്? ഞാൻ പോട്ടെ മോളെ. എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി സകല ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചോണം. ഇന്നെന്താ താൻ പകലേ തുടങ്ങിയോ? താൻ അറിഞ്ഞോ എന്റെ മകൾ എനിക്കൊരു ഉപകാരം ചെയ്തത്? ഒരു ഭർത്താവിനെ കണ്ടുപിടിക്കുന്ന ചുമതലയിൽ നിന്നും അവൾ എന്നെ ഒഴിവാക്കി. ഇന്നലെ കണ്ടൊരു ഇരപ്പയുടെ കൂടെ ഇറങ്ങിപ്പോയി. മാത്യൂസ്, ഈ തലമുറയെ മാത്യൂസിന് അറിയില്ല. ചെറുപ്പക്കാരുടെ മനസ്സ് കാണാൻ നമുക്ക് കഴിയില്ല. ശരിയാണ്, എനിക്കെന്റെ മകളെ അറിയാമെന്നായിരുന്നു എന്റെ അഹങ്കാരം. മാത്യൂസ്, അവൾ ചെറുപ്പമാണ്. അവളുടെ പ്രായത്തിന്റെ ഒരു ചാവല്യമായ നമ്മൾ ഇതിനെ കണക്കാക്കാം. എങ്ങനെയായാലും സ്വന്തം മകളെ അങ്ങനെയും കൈയൊഴിയാൻ പറ്റുമോ? എനിക്കതിന് കഴിയും. മാത്യൂസ് അത്രയും കരുത്തനാണ്. ഇത് കരുത്തല്ല മാത്യൂസ്, വെറും വാശിയാണ്. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യൂ. അതേ ചെയ്തിട്ടുള്ളൂ. 1000 ആളുകൾ കൂടി ഒരു തെറ്റിനെ ശരിയെന്ന് പറഞ്ഞാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ മാത്യൂസിന് കിട്ടില്ല. മാത്യൂസ് എന്ത് പറഞ്ഞാലും ശരി, വിനീത തന്റെ മോളാണ്. ഈ സംഭവം 4 പേര് അറിഞ്ഞാൽ അതിന്റെ നാണക്കേടും തനിക്കാ. നാണക്കേടോ? ആർക്ക്? എനിക്കോ? എനിക്കങ്ങനെ ഒരു മകളില്ല. എന്റെ മകൾ വിനീത എന്നെ മരിച്ചു കഴിഞ്ഞു. വക്കീൽ സാറേ, എനിക്ക് ഇക്കാര്യത്തിൽ ഞാൻ ആരുടെ ഉപദേശം കേൾക്കണ്ട. വിനീത പറഞ്ഞത് ശരിയാ. സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതിന്റെ ഒരു സുഖം വേറെയാ. രമചേച്ചിക്കും അങ്ങനെ ആയിക്കൂടായിരുന്നോ? അതിനൊരു യോഗം വേണം കുട്ടി. അതിനെന്താ, കല്യാണം കഴിഞ്ഞ് സ്നേഹിച്ചാലും മതി. ഇത് അടുത്ത വീട്ടിലെ രമചേച്ചിയാ. ഞാൻ ഇറങ്ങട്ടെ ഇനി. ഞാൻ രമചേച്ചിക്ക് കോഫി ഇട്ട് കൊടുത്തു. കോഫി ഉഗ്രനായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെയോ? വെരി ഗുഡ്. അപ്പൊ നീ പഠിച്ചു പോയി.